Okay. Good afternoon. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ പറഞ്ഞു. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇരിക്കുള്ളൂ. If A is equal to 1 0 0 0 1 0 0 0 0, okay, then the transformation x to ax, okay, x ൽ നിന്നും ax ലോട്ട് മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. x to ax projects in R cube onto the x1 x2 plane. എന്തുണ്ടായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് എക്സ് എക്സിൻ്റെ ടി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷനും ആണ് അല്ലേ. എക്സ് എന്ന് പറയുമ്പം ടി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതിനോട് എന്ത് ചോദിച്ചേക്കുന്നത്, എന്തുകൊണ്ടാണ് R3 എന്ന് പറയുന്ന R3യിലെ പോയിന്റ്സിനെ x1 x2 പ്ലെയിനിലോട്ടേക്ക് എന്ന് വെച്ചാൽ R3 എന്ന് പറയുമ്പോൾ എത്ര പോയിന്റ്സ് ഉണ്ടാവും, XYZ 3 പോയിന്റ്സ് ഉണ്ടാവും. ഒരു സ്പേസിലെ പോയിന്റ്സ് ആണ്. ഇവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്പേസിലെ പോയിന്റ്സിനെ ഇതിലോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്. മാപ്സ് ഇൻറ്റു x1 x2 പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവും, അവിടെ x3 ഉണ്ടാവുമോ? അവിടെ നമുക്ക് x3 എടുക്കാനായിട്ട് ഉണ്ടാവുമോ? x3 ഉണ്ടാവത്തില്ല. x1 x2 എന്ന് പറയുമ്പോൾ 2 കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടാവും, 2 പോയിന്റ്സ് മാത്രമേ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് x1 x2 x3 എന്ന് പറയുന്ന പ്ലെയിൻ എന്ന് പറയുമ്പോൾ 3 പോയിന്റ്സ് ഉണ്ടാവും അല്ലേ, R3യിലെ പോയിന്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, എന്താ പിന്നെ അത് എന്തുകൊണ്ട് x1 x2 പ്ലെയിനിലോട്ടേക്ക് അത് മാപ്പ് ചെയ്യുന്നേ എന്നാ ചോദിക്കണേ. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്തുകൊണ്ടായിരിക്കും നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്താണ്, ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് ആണ് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, R3 ഒരു പോയിന്റ് എടുക്കാമല്ലോ. ലെറ്റ് എക്സ് ഈക്വൽ ടു R3യിലെ പോയിന്റ് ആയിട്ട് x1 x2 x3 എന്നുള്ള ജനറൽ ആയിട്ടൊരു പോയിന്റ് എടുത്തു. ഓക്കെ, വി ജസ്റ്റ് ടേക്ക് എ ജനറൽ വെക്ടർ ഫ്രം ഹിയർ. വാട്ട് ഈസ് ടി ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് ആണ് നമുക്കറിയാം. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് എന്തുവാ, 1 0 0 0 1 0 0 0 0 ഇൻറ്റു x1 x2 x3 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ, x1 ഉണ്ട്, ബാക്കി രണ്ടും 0 ആയിപ്പോൾ. 0 പ്ലസ് x2 പ്ലസ് 0, മറ്റേതോ 0 0 0. കണ്ടില്ലേ, നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടിയേക്കുന്നത്, ഇവിടെ x1 x2 എന്ത് ചെയ്തിട്ടുണ്ട്, റിമെയിൻ അൺചേഞ്ച്ഡ് അല്ലേ. അവരുടെ പൊസിഷൻ ഒരു മാറ്റവും വന്നിട്ടില്ല. ഫസ്റ്റ് എലമെന്റ് ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സിലെ ഫസ്റ്റ് എലമെന്റ് തന്നെയാണ് എ എക്സിലുള്ളത്, എക്സിലെ സെക്കൻഡ് എലമെന്റ് തന്നെയാണ് എ എക്സിലുള്ളത്. പക്ഷേ x3 എന്താ സംഭവിച്ചത്, x3 കംപ്ലീറ്റ്ലി അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അവിടെ എന്താണ് കംപ്ലീറ്റ്ലി, നമ്മളിപ്പോൾ ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ x1 x2 x3 ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക അല്ലേ. ഇപ്പം x1 ഇത് x2 ഇത് x3 അല്ലേ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, ഹിയർ x1 ആൻഡ് x2 എന്ത് ചെയ്തിട്ടുണ്ട്, റിമെയിൻ അൺചേഞ്ച്ഡ്. അവിടെ ഒരു മാറ്റവും ഇല്ല, അത് അങ്ങനെ തന്നെ അവരുണ്ടല്ലേ. അതെന്ന് വെച്ചാൽ അവർ ഹൊറിസോണ്ടലി ഉള്ള പ്ലെയിൻ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ എന്തുണ്ട്, x1 x2 അവിടെ ഫിക്സ് ആയിട്ടുണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല. നോക്കി പ്രൊഡക്റ്റ് ചെയ്യും. പക്ഷേ x3 എന്തായിട്ടുണ്ട്, വേർട്ടിക്കലി വരുന്ന x3 എന്താ അവിടെ. അപ്പം വേർട്ടിക്കലി വരുന്ന x3 എന്തുവാ, ദ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, x3 എന്ന് വെച്ചാൽ വേർട്ടിക്കൽ അല്ലേ. ദ വേർട്ടിക്കൽ കോമ്പണൻ്റ് ആയിട്ടുള്ള ഹൈറ്റ് x3 ഉണ്ടാവില്ലേ, അതെന്തായിട്ടുണ്ട്, x3 എന്തായിട്ടുണ്ട്, ബിക്കം 0. എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മളിതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി എങ്ങോട്ടേക്കാണ് x1 x2 x3 മാപ്പ് ചെയ്യുന്നത്, x1 x2ലോട്ടേക്കേ മാപ്പ് ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ ടേം അവിടെ ഉണ്ടോ, x3 അവിടെ ഉണ്ടോ, ഇല്ല, x3 0 ആണല്ലേ. എന്ന് വെച്ചാൽ വേർട്ടിക്കലി മുകളിലോട്ടേക്ക് ഡയറക്ഷൻ ഇല്ല, ഓൺലി x1 x1ൻ്റെയും x2ൻ്റെയും ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്തായിരിക്കും, എല്ലാ പോയിന്റും x1 x2ലോട്ടേക്കാണ് മാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ x3 ബിക്കംസ് 0 ആവുന്നുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ വേർട്ടിക്കലി മൂന്നാമത്തെ പോയിന്റ് മാപ്പ് ചെയ്യാൻ നമുക്ക് x3 എന്നുള്ളൊരു പോയിന്റ്, x3 എന്നുള്ള പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ഇല്ല. ഓക്കെ, സ്പേസിൽ ആ പോയിന്റ് ഇല്ല. x1
x2 x3 എന്നുള്ള പോയിന്റ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? x1 x2 0 എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഈ ഒരു എറോ എന്ന് വെച്ചാൽ വെർട്ടിക്കലി പോകുന്ന ഡയറക്ഷൻ നമുക്ക് അവിടെ ഇല്ല അല്ലേ, ആൻസറിൽ നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇപ്പൊ ഏത് പോയിന്റ് എടുത്താലും തന്നെ നമുക്ക് കിട്ടുക അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാടാ? എവറി പോയിന്റ് x1 x2 x3 is mapped എങ്ങനെ പറയാൻ പറ്റും? ഡയറക്ട്ലി ഇൻറ്റു x1 x2 പ്ലെയിനിലോട്ടേ മാപ്പ് ചെയ്യും. കാരണം അവിടെ x3 എന്ന് പറയുന്ന ലൈൻ ഇല്ല അവിടെ, കാരണം അതിന്റെ സ്ഥാനത്ത് ആരുവാ? 0 ആണ്. ഓക്കെ, എവറി പോയിന്റ് x1 x2 x3 is mapped directly into x1 x2 പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനിയുള്ളൊരു സെക്ഷൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. മെട്രിക്സ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതുക. ഓക്കെ, നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ അതിന്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ്, യു ഹാവ് ടു റൈറ്റ് ദ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് മെട്രിക്സ് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്തായിരിക്കും, അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എഴുതിയാൽ മതി. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്നുമില്ല, അതിൽ എന്താ പറയുക, സ്റ്റാൻഡേർഡ് എലമെന്റ്സിന്റെ ഇമേജസ് വെച്ച് എഴുതിയാൽ മതി, വേറെ പരിപാടികളൊന്നുമില്ല. ഓക്കെ, അപ്പം ഹെഡിങ് എഴുതിക്കോളൂ, ദ മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സിനെ പറ്റിയാണ് നമുക്ക് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് E1 E2 എന്ന പേര് വെച്ച് നമ്മൾ വിളിക്കുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നമുക്ക് സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ കോളത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൽ ഓരോ കോളത്തെ നമ്മൾ ഇ എന്ന് വെച്ച ലെറ്റർ വെച്ചിട്ട് നമ്മൾ പറയാം. ഇപ്പൊ ഒരു R2ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ R2ന്റെ ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരിക്കും? R2 എന്ന് പറയുമ്പം R2 എന്ന് വെച്ചാൽ 2 പേര് വരും അല്ലേ. അപ്പൊ നമ്മൾ പിന്നെ R2/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 0 0 1 അല്ലേ. ഇതൊരു 2/2 അല്ലേ. R2ന്റെ എടുക്കുന്നത് 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ് വിചാരിക്കുക. ഇനി 3/3 ഐഡന്റിറ്റി മെട്രിക്സ് എടുത്ത് 2/2 സോറി 3/3 ഐഡന്റിറ്റി മെട്രിക്സ് എടുത്ത് എങ്ങനെ എഴുതാം? 1 0 0 0 1 0 0 0 1. ഓക്കെ, ദിസ് ഈസ് എ 3/3 ഐഡന്റിറ്റി മെട്രിക്സ്. ഈ ഐഡന്റിറ്റി മെട്രിക്സിലെ കോളംസിന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫസ്റ്റ് കോളം എന്തുവാ? 2/2ന്റെ ഫസ്റ്റ് കോളം എന്തുവാടാ? കോളം വെക്ടർ 0 1 അല്ലേ. സെക്കൻഡ് കോളം വെക്ടറോ 1 0 0 1 അല്ലേ. ഓക്കെ, ഈ 3/3 തന്നെ ഫസ്റ്റ് കോളം വെക്ടർ എന്തുവാ മക്കളെ? 1 0 0 അല്ലേ. സെക്കൻഡ് കോളം വെക്ടറോ 0 1 0. ഓക്കെ, തേർഡ് കോളം വെക്ടറോ 0 0 1. ഓക്കെ അല്ലേ. ഇങ്ങനെ ഈ ഐഡന്റിറ്റി, ഒരു കറസ്പോണ്ടിങ് ഐഡന്റിറ്റി മെട്രിക്സിലെ കോളം വെക്ടേഴ്സ് ആണ് ഇവരല്ലേ. ഇതിൽ എന്തായിരിക്കും സംഭവം? അതിലെ ഒരു എലമെന്റ്, ഇപ്പം ആ ഒരു എലമെന്റ് 1ഉം ബാക്കി എല്ലാവരും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള വെക്ടേഴ്സിന് നമ്മൾ സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുക. നമുക്ക് അത് എന്ത് ഫോം ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ചെയ്താൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ 1 0 0 1, ഇപ്പം ഈ 1 0 0 1 എവിടുത്തെ ആൾക്കാരാണ്? R2ലെ ആൾക്കാരാണ് അല്ലേ. 1 0 0 1 R2ലെ ആൾക്കാരാണ് അല്ലയോ. ഇത് രണ്ടും R2ലുള്ള പിന്നെ എന്താ പറയാ, ഐഡന്റിറ്റി വെക്ടറിന്റെ കോളംസ് ആണ്, ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളമാണ് വരുന്നത് അല്ലേ. ഇതിൽ ഫസ്റ്റ് ആളെ നമ്മൾ E1 എന്നാണ് വിളിക്കുക. ഓക്കെ, വാട്ട് യു കോൾ ദം? E1. രണ്ടാമത്തെ ആളെയോ E2. ഓക്കെ, നമ്മൾ യൂഷ്വലി ഇ എന്ന് പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. ഈ 1 എന്ന് എഴുതിയൊരു കാര്യമുണ്ട്. ഈ 1 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അതിലെ ഫസ്റ്റ് 1 ആയിരിക്കും 1, ബാക്കി എല്ലാവരും എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് സെക്കൻഡ് E2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൽ സെക്കൻഡ് എലമെന്റ് ആയിരിക്കും 1, ബാക്കി എല്ലാവരും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഇതാണ് R2ലുള്ള വെക്ടേഴ്സ്, സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് താഴോട്ടേക്ക് വന്നേ, ഫസ്റ്റ് ആളെ വിളിക്കാം E1 എന്ന് വിളിക്കാം അല്ലേ. ഫസ്റ്റ് എലമെന്റ് 1ഉം ബാക്കിയുള്ളവർ 0. സെക്കൻഡിലത്തെ വെക്ടർ E2 എന്ന് വിളിക്കാം, 0യും ബാക്കി 1 0. ലാസ്റ്റ് വെക്ടറിനെയോ E3 എന്ന് വിളിക്കാം അല്ലേ.
എന്ന് വെച്ചാൽ തേർഡ് പൊസിഷനിൽ 1 ബാക്കി എല്ലാവരും 0 വരും അല്ലേ. ഇങ്ങനെയുള്ള വെക്ടേഴ്സ് നമ്മളെന്ന് പറയുന്നത് എന്തുവാ, നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സിലെ കോളം ആണല്ലേ, സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് ആണ് വിളിക്കുക. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റൈറ്റ് ദ മെട്രിക്സ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ ആണ് സംഭവം, ഒന്നുമില്ല. ഈ വെക്ടറിന്റെ ഇമേജ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ വെക്ടറിന്റെ ഇമേജ് കണ്ടുപിടിച്ച് ഒരു മെട്രിക്സ് പോലെ എഴുതിയാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനിൽ ഈ ഒരു വെക്ടറിന്റെ ഇമേജ് കണ്ടുപിടിച്ചിട്ട് അതിനെ കോളം പോലെ എഴുതിയ പരിപാടി നടത്തും. ഓക്കെ, ഓക്കെ ആണോ. അപ്പൊ എന്തുവാണ് നമുക്ക് അപ്പം നമ്മുടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ്, ഇപ്പം 2x2 ഐഡന്റിറ്റി മെട്രിക്സിൽ അപ്പൊ എത്ര കോളം വെക്ടേഴ്സ് ഉണ്ടാവും, 2 വെക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഓക്കെ, R3/3ലോ 3 പേരുണ്ടാവും. എന്ന് വെച്ചാൽ R2 ഇതുപോലെ 2 ആൾക്കാരും, R3ലോ 1 0 0 0 1 0 0 0 1 ഇതുപോലെ 3 വെക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഓക്കെ, R4ലാവുമ്പോൾ എത്ര പേര് വരും, R4ലാണെങ്കിൽ E1 ഈക്വൽ ടു 4 പേരുണ്ടാവും അല്ലേ, 1 0 0 0, E2 ഈക്വൽ ടു 0 1 0 0, E3 equal to 0 0 1 0, E4 equal to what, E4 equal to 0 0 0 1. Okay, okay ആണോ. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, ഇത് നമ്മൾ ഐഡന്റിറ്റി വെക്ടേഴ്സിലെ ഐഡന്റിറ്റി മെട്രിക്സിലെ ഓരോ കോളം വെക്ടർ ആണ്. ഓക്കെ, അതിൽ എന്തായിരിക്കും, ഒരു കറസ്പോണ്ടിങ് ഒരു എലമെന്റ് 1 ബാക്കിയുള്ളവർ എന്തായിരിക്കും എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. ഇതൊന്നും പറയുന്നില്ല. മെട്രിക്സ് എന്ന് വെച്ചാൽ ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, നമുക്ക് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും അവിടെ യുണീക്ക് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫോർ എനി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഒരു യുണീക്ക് ആയിട്ടൊരു മെട്രിക്സ് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്ന മെട്രിക്സ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. വേർ അതിൽ എ എന്ന് പറയുന്ന ആരായിരിക്കും, നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സിലെ കോളങ്ങൾ ഉണ്ടാവില്ലേ, E1 E2 ഇവരുടെ ഇമേജുകളായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് പോലെ ഇരിക്കുള്ളൂ, തിയറം പോലെ ഇരിക്കുള്ളൂ, ഇത്രയും ഇതിൽ പറയുന്നുള്ളൂ. എന്താ പറയാ, നോട്ട് പോലെ എഴുതിയാൽ മതി. ലെറ്റ് T from R raised to n to R raised to n be a linear transformation then there exists a unique ക്യാപിറ്റൽ യുണീക്ക് ആയിട്ടുള്ള മെട്രിക്സ് ക്യാപിറ്റൽ ചെയ്യണ്ടാവും സച്ച് ദാറ്റ് നമുക്ക് എന്താണ്, നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷനെ ആ ഒരു മെട്രിക്സ് ഫോമിൽ നമുക്ക് അവർ എഴുതാൻ പറ്റും. ഓക്കെ, ഫോർ ഓൾ എക്സ് ഇൻ ആർ റേസ് ടു, എവിടെ എക്സ് എടുക്കുക, ആർ റേസ് ടു എൻ എന്ന് വെച്ചാൽ ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും നമുക്കതിനൊരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ്റെ ഫോമാറ്റിലോട്ട് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണോ. ഒരിക്കൽ കൂടെ പറയാണ്, എന്താണ്, പിന്നെ ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യുണീക്ക് മെട്രിക്സ് അവിടെ കണ്ടുപിടിച്ചിട്ട് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ ഫോമിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുന്നതാണ്. ഇനി ആരാണ് എ എന്ന് പറയുന്നത്, എന്തായിരിക്കും എ എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല, M/N മെട്രിക്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അതിൽ എ എന്ന് പറയുന്നത് എന്താണ്, ഒരു M/N. എയ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എയ്സ് നമുക്കറിയാം മെട്രിക് ട്രാൻസ്ഫോർമേഷൻ ആവുമ്പോൾ RN/M-ലോട്ടേക്കല്ലേ, അപ്പോൾ എയ്സ് M/N മെട്രിക്സ് ആയിരിക്കും അല്ലേ. M/N മെട്രിക്സ്, ഈ M/N മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, വേർ ഈച്ച് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഈച്ച് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കുംടാ, ഓരോ കോളം എന്ന് പറയുന്നതും ആരായിരിക്കും, ഈസ് ദി വെക്ടർ T of E. ഓക്കെ, ഈസ് ദി വെക്ടർ T of E. ഓക്കെ, എന്നുവെച്ചാൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് E1ന്റെ ഇമേജ് വെക്ടർ ആയിരിക്കും, രണ്ടാമത്തെ കോളം എന്ന് പറയുന്നു
T2ന്റെ ഇമേജുള്ള E2ന്റെ ഇമേജുള്ള കോളായിരിക്കും. പക്ഷെ ഇത് ആരാണ് E1 E2 ഒക്കെ? വേർ EI എന്ന് പറയുന്നത് എന്തുവാ? EI എന്ന് പറയുന്നത് is the ith column of identity matrix. Okay, ith column of identity matrix. ഇതെങ്ങനെയാണ് നമ്മൾ ഏന് എഴുതാന്നൊക്കെ പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ഇൻ R. ഓക്കെ, നമ്മളെ കോളം എഴുതുമ്പോൾ നമ്മുടെ മെട്രിക്സ് എഴുതുമ്പോൾ A is equal to ഒരു ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് E1ന്റെ ഇമേജ് ആയിരിക്കും അല്ലേ, സെക്കൻഡ് കോളം E2ന്റെ ഇമേജ് ആയിരിക്കും അണ്ടർടി, അങ്ങനെ പോയി ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ENന്റെ ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഫോമിൽ T of x equal to AX എന്നുള്ള ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അതിൽ A എന്ന് പറയുന്ന മെട്രിക്സ് ഇല്ലേ, അത് നമുക്ക് തരത്തില്ലല്ലേ, അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ട. ആ A നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? നമ്മുടെ ഡൊമൈൻ Rn അല്ലേ, അതിന്റെ ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുക. അതിന്റെ കോളംസ് ഉണ്ടാവില്ലേ? ഇപ്പൊ R2 ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആരാണ്? R2 ഐഡന്റിറ്റി മെട്രിക്സ് ആരാ മക്കളെ? 1 0 0 1 അല്ലേ. അപ്പൊ അതിന്റെ ആരൊക്കെ കോളം വരുന്നത്? ഫസ്റ്റ് കോളം E1 1 0 എന്ന് വിളിക്കാം, E2 0 1 എന്ന് വിളിക്കാം അല്ലെ. ഇവരായിരിക്കും E1 E2 എന്ന് പറയുന്നത്. ഈ R3യിലാണെങ്കിലോ, R3യുടെ I എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 0 0 0 1 0 0 0 0 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ E1 എന്തായിരിക്കും? ഫസ്റ്റ് മെട്രിക് വെക്ടർ 1 0 0, സെക്കൻഡ് വെക്ടർ 0 1 0, തേർഡ് വെക്ടർ 0 0 1. അപ്പൊ നമ്മളോട് പറയുന്നത് എന്തുവാ? ഈ വെക്ടേഴ്സ്, അവിടുത്തെ മെട്രിക്സ് ഏതാണോ, അവിടുത്തെ ഡൊമൈൻ്റെ ഐഡന്റിറ്റി മെട്രിക്സ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈകൾ എടുക്കുമ്പോൾ അവരുടെ ഇമേജുകൾ കോളമായിട്ട് വരുന്നത്, അവരുടെ ഇമേജ് വെക്ടർ കോളമായിട്ട് വരുന്നതായിരിക്കും എന്ത്? നമ്മുടെ യുണീക്ക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ മെട്രിക്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് എക്സാമ്പിൾ ചെയ്താൽ കുറച്ചും കൂടി ക്ലിയർ ആവും. വെറുതെ മെട്രിക്സ് A is called what? ഇത് വേണം എക്സാമ്പിൾ ചെയ്ത് സൈഡിൽ എഴുതിയാൽ മതി കേട്ടോ. എക്സാമ്പിൾ, ഓക്കെ, ദ മെട്രിക്സ് capital A is called what? A is called standard matrix of linear combination. Okay, so linear transformation. Standard ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ ഡൊമൈൻ എടുക്കാം. ഡൊമൈൻ ആരാണോ അയാളുടെ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ എഴുതാം. R2 ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് 2/2 മെട്രിക്സ് ആയിരിക്കും അല്ലേ. R3 ആണെങ്കിലോ 3/2 മെട്രിക്സ് ആയിരിക്കും. അതിന്റെ ഇമേജുകൾ, അതിന്റെ കോളം, ആ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളം വെക്ടേഴ്സ് ഇല്ലേ, അതായിരിക്കും നമ്മുടെ E1 E2 E3 എന്ന് പറയുന്നത്. ഈ കോളം വെക്ടേഴ്സ്, അതായത് അവരുടെ ഇമേജുകളെ നമ്മൾ മെട്രിക്സ് ആക്കി എഴുതുകയാണെങ്കിൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദി സ്റ്റാൻഡേർഡ്. അപ്പൊ E1 E2 ആരാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണേ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ക്യാപിറ്റൽ A ഓഫ് ഡൈലേഷൻ ട്രാൻസ്ഫോർമേഷൻ. ഇത് ഞങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡൈലേഷൻ ട്രാൻസ്ഫോർമേഷൻ T of x equal to 3 into x. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ പണി എന്തുവാ? നമ്മുടെ പണി എന്ന് വെച്ചാൽ ആ ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്താന്ന് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സിലെ കോളം ഇല്ലേ, ആ കോളങ്ങളുടെ ഇമേജ് ആണ് കേട്ടോ. ഇമേജസ് ഓഫ് ദി കോളംസ് ഓഫ് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അതിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി നമുക്ക് എന്തായി? സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടി. എത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ഐഡന്റിറ്റി മെട്രിക്സ് എഴുതാം അല്ലേ. അപ്പം ഇനി R2 ആയതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെയാ വരിക? 2/2 അല്ലേ. 1 0 0 1. അപ്പൊ പറഞ്ഞോ, ഇതിന്റെ കോളം ആരൊക്കെയാ? E1 equal to 1 0 E2 0 1. നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് തരാം. സ്റ്റാൻഡേർഡ് മെട്രിക്സ് തരണമെങ്കിൽ E1 E2 കിട്ടിയ കാര്യമില്ല, അവരുടെ ഇമേജ് കിട്ടണം അല്ലേ. അപ്പൊ ഇരിക്കോ T of E1 എന്താ മക്കളെ? T of E1, T of x എന്തുവാ? 3x ആണ്. അപ്പൊ T of E1 എന്തുവായിരിക്കും?
ടി ഓഫ് ഇ വൺ എന്തായിരിക്കും? എന്താ വരിക? 3 × 10 അല്ലേ? പ്ലസ് അല്ല, ഈക്വൽ ടു എത്ര വരിക? 30 വരും. ഇനി അടുത്തതോ ടി ഓഫ് ഇ ടു ഈക്വൽ ടു 3 × 01 അല്ലേ? E2 01 ആണ്. അപ്പോൾ 3 × 01 എന്തുവാ? 03. കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? മെട്രിക്സ് ചെയ്താൽ അല്ലേ? മെട്രിക്സ് ചെയ്തപ്പോൾ നമുക്ക് A ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മെട്രിക്സ് എങ്ങനെ എഴുതാം? ഈ ഇമേജസിനെ കോളം ആക്കി എഴുതാം. അപ്പോൾ ഫസ്റ്റ് കോളം ആര് വരും? ഇയാൾ വരും അല്ലേ? 30. സെക്കൻഡ് കോളോ ഇയാൾ വരും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമ്മൾ എഴുതുക കേട്ടോ. ഓക്കെ. അതിൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഡൊമെയിൻ നോക്കുക, അതിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കോളം എടുക്കുക, ആ കോളങ്ങളുടെ ഇമേജ് ടി ഓഫ് ഇ ഐസ് എടുത്തിട്ട് അത് എന്ത് ചെയ്യാം? കോളം പോലെ എഴുതി നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടി. ഓക്കെ. അങ്ങനെയാണ്. ചിലതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും, നമ്മൾ നോക്കി എഴുതേണ്ട ഒരു പണിയെ നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ഇമേജ് തന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കേസും ഉണ്ട്, ഇമേജ് തരാത്ത കേസും ഉണ്ട്. ഇമേജ് തരാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേണം ചെയ്യാൻ. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണെങ്കിൽ വേറെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. ടി ഫ്രം R3 to എന്താ പറയുക, R3 തന്നെ ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് എക്സ് എങ്ങനെയാണ് വരിക? ടി ഓഫ് എക്സ് ഈക്വൽ ടു x1 മൈനസ് x2 ഇങ്ങനെ നമുക്ക് പഠിക്കാനായിരിക്കില്ല. വേറെ തരാം. ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യുക? മൈനസ് x1 x2 മൈനസ് x3. ഓക്കെ. ഇങ്ങനെയാണ് വരിക. എന്ന് വെച്ചാൽ നമ്മുടെ ഇമേജ് ഇവിടെ എടുക്കുന്ന പോയിൻറ്റ്സ് ആരാണോ അവരുടെ ഫസ്റ്റും ലാസ്റ്റ് എലമെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ ഇ ഐസ് കിട്ടുക അല്ലേ? ഇ ഐസ് എങ്ങനെ കിട്ടുക? നമുക്ക് ആദ്യം ഇവരുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ചെയ്ത് ഐഡൻറ്റിറ്റി മെട്രിക്സ് R3 ഐഡൻറ്റിറ്റി മെട്രിക്സ് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? ഇവിടെ 3 പേരുണ്ടാവും അല്ലേ? അപ്പോൾ 1 0 0 0 1 0 0 0 1. ഇനി എന്ത് ചെയ്യുക? ഇവരുടെ E1 നിങ്ങൾക്ക് E1 എന്ന് പറയുമ്പോൾ ഇവരുടെ കോളംസ് ദാറ്റ് ഈസ് 1 0 0. E2 0 1 0. R3 ആയതുകൊണ്ട് 3 ഈകൾ ഉണ്ടാവേ. E3 ഈക്വൽ ടു 0 0 1. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളെ പണി എന്തുവാ? ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവരുടെ ഇമേജ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ടി ഓഫ് ഇ വൺ എന്ന് വെച്ചാൽ എന്തുവാ? ടി ഓഫ് എക്സ് എന്ന് പറയുമ്പം ഫസ്റ്റത്തെ ലാസ്റ്റത്തെ നെഗറ്റീവ് ആയിപ്പോൾ സെക്കൻഡ് അങ്ങനെ തന്നെ. അപ്പോൾ എന്താ വരിക? E1 എന്ന് പറയുമ്പോൾ ടി ഓഫ് 1 0 0 അല്ലേ? ഫസ്റ്റത്തത് -1, സെക്കൻഡത്തതോ x2 അങ്ങനെ തന്നെ, തേർഡത്തതോ അത് മൈനസ് ആയി ഇപ്പം ഇവിടെ 0 ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. ഇനി ടി ഓഫ് E2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 1 0 എന്ന് വെച്ചാൽ ഫസ്റ്റത്തത് എന്താവും? നെഗറ്റീവ്, 0 നെഗറ്റീവ് 0 തന്നെ, സെക്കൻഡിലത്തെ അങ്ങനെ തന്നെ, തേർഡത്തെ നെഗറ്റീവ് ആയി ഇപ്പം 0 നെഗറ്റീവ് 0 തന്നെ. ഇനി ടി ഓഫ് E3യോ ഫസ്റ്റത്തെ നെഗറ്റീവ് 0 നെഗറ്റീവ് 0, സെക്കൻഡിലത്തെ അതന്നെ, തേർഡത്തത് നെഗറ്റീവ് -1. കഴിഞ്ഞു. ഇനി മെട്രിക്സ് എഴുതിയാൽ എങ്ങനെ എഴുതാം? ഇവരെ കോളം പോലെ എഴുതാം. -1 0 0 0 1 0 0 0 -1. ഓക്കെ. നമുക്കൊരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്കിതങ്ങ് തീർക്കാം. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാനാണ്. ടി ഫ്രം R2 to R4 ടി ഓഫ് E1 ഈക്വൽ ടു 3 1 3 1, ടി ഓഫ് E2 ഈക്വൽ ടു -5 2 0 0. അതിൽ E1 എന്ന് പറയുന്നത് എന്തുവാ? 1 0 ആണ്. E2 എന്ന് പറയുന്നത് എന്തുവാ? 0 1 അല്ലേ? നമ്മളോട് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതി കോളംസ് എടുക്കണം അല്ലേ? അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതാം. ആരെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുക്കണം മക്കളെ? ഡൊമൈൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് R2ൻ്റെ ആകുമ്പം 2/2 1 0 0 1. അപ്പോൾ E1 ആരാ? 1 0 തന്നെ ഇയാൾ തന്നിട്ടുണ്ടല്ലേ. E2 0 1 അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഇവിടെ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇമേജ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇതിന് ടി ഓഫ് E1 എങ്ങനെ എഴുതാം? നമുക്ക് ക്വസ്റ്റ്യൻ E1 1 0 ആണെങ്കിൽ ടി ഓഫ് E1 എന്താന്ന് തന്നിട്ടുണ്ടല്ലേ? വാട്ട് ഈസ് ഇറ്റ്? 3 1 3 1 അല്ലേ? പിന്നെ ടി ഓഫ് E2
E2 0 1 ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ടി ഓഫ് E2 തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, നമുക്കൊരു പണിയുമില്ല, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടല്ലേ. -5 to 0 0. അപ്പം നമ്മുടെ മെട്രിക്സ് എങ്ങനെ വരുവടാ? ഈ ടി ഓഫ് E1നെയും E2നെയും കോളം പോലെ എഴുതിയാൽ 3 1 3 1 -5 to 0 0, ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ വൺസ് അഗെയിൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമേഷനെ പറ്റി പറയുമ്പം നമുക്ക് അവിടെ യുണീക്ക് ആയിട്ടുള്ളൊരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ. മെട്രിക്സ് എ ഇൻറ്റു എക്സ് എന്നുള്ള രീതിയിൽ പറയുക. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഡൊമെയിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ഡൊമെയിൻ ഇല്ലേ, ഡൊമെയിനിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സിലെ കോളം എടുക്കുക, അതാണ് ഓരോരുത്തർ E1 E2 എന്നൊക്കെ എടുക്കുക. എന്നിട്ട് അവരുടെ ഇമേജ് കണ്ടുപിടിക്കുക അണ്ടർ ദ സെയിം ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. ചിലപ്പോൾ ഇതുപോലെ തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ. അണ്ടർ ദ സെയിം ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ഇമേജ് കണ്ടുപിടിക്കുക, ഡൊമെയിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കോളംസ് എടുത്തിട്ട് അവരുടെ ഇമേജ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഇമേജസ് കോളംസ് ആയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക? മെട്രിക്സ് എഴുതുക. ഓക്കെ. റൈറ്റ് ദ മെട്രിക്സ് ആസ് ദ ഇമേജസ് ആസ് ദി കോളംസ്. ഓക്കെ. ഇമേജസ് കോളമായിട്ട്, ആ ഇമേജ് കോളമായിട്ട് വരുന്ന രീതിയിൽ വരുന്ന മെട്രിക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്ന മക്കളെ? സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ.